മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ആക്കുളത്ത് റോഡിൽ വെള്ളം കെട്ടിനിന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കിള്ളിപ്പാലം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നു. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ യെല്ലോ അലർട്ട് നൽകി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയുടെയും മുഹമ്മദ് റിയാസിന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയാണ്. സനിസ ശോഭാചന്ദ്രനും മുഹമ്മദ് ആഷിഖുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം സനിസയിലേക്ക്. സനിസ, തലസ്ഥാനത്ത് മഴ തുടരുകയാണോ? പെട്ടെന്നുണ്ടായ ഈ മഴയ്ക്ക് എന്താണ് കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? ഇങ്ങനെ ഒരു അലേർട്ട് നേരത്തെ ഉണ്ടായിരുന്നോ? നൗഫൽ, വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഇന്നലെയായിട്ട് 2 ചക്രവാത ചുഴി സ്ഥിതി ചെയ്തിരുന്നു. ഇതിലൊന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്താകമാനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിലായിട്ട് യെല്ലോ അലർട്ടുമുണ്ട്. ഇത്തരത്തിൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തുടരുന്നത്. തലസ്ഥാനത്തും ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥിതിഗതിയാണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇന്നും കനത്ത് പെയ്യുകയാണ്. മലയോര മേഖലയിലുമൊക്കെ വലിയ രീതിയിൽ വെള്ളമുണ്ട്. ആക്കുളം നിഷിന് സമീപം റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൂർ ആക്കുളം റോഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇവിടെ വാഹനങ്ങളൊക്കെ വഴിതിരിച്ച് വിടേണ്ട അവസ്ഥ വന്നു. അതുപോലെ കയറി കനത്ത മഴയിൽ വേളിപ്പൊഴി മുറിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ തലസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്തെ ഒരു മെയിൻ റോഡായിട്ടുള്ള കിള്ളിപ്പാലത്താണ്. സ്മാർട്ട് സിറ്റിയിലൊക്കെ പെടുന്ന ഒരു റോഡാണിത്. ഇതിന്റെ ഇടറോഡുകളിൽ 2 ഇടറോഡുകളിലായിട്ട് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സ്ഥിതിയാണ്. ഇവിടെ വീടുകളിലും അതുപോലെ തന്നെ കടയൊക്കെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടുകളിൽ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ വെള്ളം മാറ്റുന്നതാണ് കാണുന്നത്. ഇത്തരത്തിൽ വളരെ നിരാശയുള്ള, വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. കടകളൊക്കെ അടച്ചിട്ട നിലയിലാണ്. കടകളൊന്നും തുറക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന പൈപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നഗരസഭയിലെ ജോലിക്കാരോട് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് മുൻപ് ഇത്തരത്തിൽ വെള്ളം കയറിയാൽ 2 സ്ലാബ് മാറ്റിയാൽ തന്നെ വെള്ളം ഓടയിലൂടെ ഒഴുക്കിക്കളയാൻ പറ്റുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ ഈ പൈപ്പുകളൊക്കെ ഇവിടെ വലിച്ചിട്ടതിന് ശേഷം അതിന് കഴിയാത്ത അവസ്ഥയാണെന്ന് അവർ പറയുകയുണ്ടായി. കൂടാതെ തന്നെ ഓടയിൽ വരെ വലിയ തരത്തിൽ ഒഴുക്കുള്ള സാഹചര്യമാണ്. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴയാണ്. അത്തരത്തിൽ മഴ വലിയ രീതിയിൽ കനത്ത ഒരു നിലയാണ്. ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിലാണെങ്കിൽ ഒട്ടനവധി ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കേരളം അത് ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ വളരെ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ മഴ കനത്തതോടെ തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ അപകടകരമായ ഒരു രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കമുള്ള റോഡ് അരികാണ്. ഇവിടെ പൈപ്പുകൾ വലിച്ചിട്ടത് കൊണ്ട് തന്നെ ഇവിടുത്തെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു എന്നറിയുന്നു. ഈ അടിയന്തര യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രത്യേകിച്ച് അതായത് മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടോ? അതേ, ഇത്തരത്തിൽ മഴ ഈ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. വാമനപുരം നദിയൊക്കെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടത് വാമനപുരം നദിയിലൊക്കെ ഈ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ്. അത്തരത്തിൽ ഈ മഴ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരുന്നു. ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും അത് വലിയ രീതിയിൽ ജനങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കാനും അപകടങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കനത്ത മഴയെ തുടർന്ന് നദികളിലും അതുപോലെ തന്നെ ജലാശയങ്ങളിലും നദികളിലും ഡാമുകളിലുമൊക്കെ ജലം ഉയരുന്ന അപകടകരമായ നിലയിൽ ജലം ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായ ഒരു യോഗം ചേർന്ന് ഇതിനൊരു പരിഹാരം, ഇതിന് എന്തൊക്കെ സുരക്ഷാ നയങ്ങൾ എടുക്കണമെന്നതിൽ ഒരു തീരുമാനത്തിലെത്തണം. കാരണം ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളും വെള്ളം ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മലയോര മേഖലയൊക്കെ മണ്ണിടിച്ചലിനും മലവെള്ളപ്പാച്ചിലിനും ഒക്കെ
മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ഒരു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമായിട്ട് പെയ്യുന്ന മഴയായതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചൽ ഇതുപോലെയുള്ളവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിന് സജ്ജീകരണങ്ങളൊക്കെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.